മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കുന്നു, ശ്രദ്ധിക്കുക. മാത്യു ചാപ്റ്റർ 28 വേഴ്സ് 8. എല്ലാവരും ശ്രദ്ധിക്കുക. അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടെ കല്ലറ വിട്ട് അവന്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയവരെ ആരെതിരേറ്റു? അടുത്തത് എന്നാൽ യേശു അവരെ എതിരേറ്റു. അവർ വേഗത്തിൽ ഭയത്തോടും മഹാ സന്തോഷത്തോടും കൂടെ കല്ലറ വിട്ട് അവൻ തന്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി. ഇന്ന് ദൈവാത്മാവ് സംസാരിക്കുന്ന ദൂത് നിങ്ങൾ ഇതുവരെ കണ്ടതല്ല, ഇനി കാണാൻ പോകുന്നത് യേശുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി വെളിപ്പെടുന്ന നാളുകൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് കാണാൻ ദൈവം ഇടയാക്കും. ഇന്ന് ലോകമാകമാനം യേശുവിന്റെ ഉയർപ്പിനെ ഓർക്കുന്ന ചിലർ സെലിബ്രേറ്റ് ചെയ്യുന്നൊക്കെ സമയങ്ങളാണ്. യേശുവിന്റെ പുനരുദ്ധാനത്തിന്റെ ആ അനുഭവത്തെ നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളുടെ മേൽ അവസാനത്തുള്ളി രക്തം വരെ ഒഴുക്കി തന്ന കർത്താവിനെ കാണുമ്പോൾ അത് ഗോഡ്സ് ലവ്, ദൈവത്തിന്റെ സ്നേഹത്തെ കാണിക്കുന്നു. ദൈവത്തിന്റെ എന്തിനെ കാണിക്കുന്നു? സ്നേഹത്തെ കാണിക്കുന്നു. എന്നാൽ 3-ാം നാൾ ക്രൂശിൽ നിന്നും അല്ലെങ്കിൽ കല്ലറയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ അത് കാണിക്കുന്നത് ഗോഡ്സ് പവർ, ദൈവത്തിന്റെ ശക്തി. ഒരു വെള്ളിയാഴ്ച മാനവജാതിയുടെ പാപപരിഹാരത്തിനായി മരിച്ച കർത്താവ് ആ ക്രൂശിൽ കിടക്കുന്നത് കാണുന്നത് ദൈവത്തിന്റെ സ്നേഹത്തെയാണ് കാണുന്നത്. അത് പ്രദർശിപ്പിക്കുന്നതാണ് കാൽവറിയിൽ കണ്ടത്. എന്നാൽ 3-ാം നാൾ അതിപ്രഭാതത്തിൽ കാണുന്ന കാഴ്ച ദൈവശക്തി എന്താണെന്ന് കാണാൻ പോവുകയാണ്. ഞാൻ ചിലരോട് ദൂത് പറയാ, കഴിഞ്ഞ നാളുകളിൽ ദൈവസ്നേഹം നീ അനുഭവിച്ച് യേശുവിനെ സ്വീകരിച്ച് നിന്റെ ജീവിതയാത്ര തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉപവാസ പ്രാർത്ഥനയിൽ 5-ാമത്തെ പകൽ ദൂത് പറയാ, ഇനി അടുത്ത നിന്റെ ജീവിതത്തിൽ കാണാൻ പോകുന്നത് ദൈവശക്തിയുടെ പ്രവൃത്തി എന്താണെന്ന്. ദൈവശക്തിയുടെ പ്രവൃത്തി എന്താണെന്ന് കർത്താവ് കാണിക്കാൻ പോകും. നമ്മൾ വായിച്ച വചനം, അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടെ കല്ലറ വിട്ടു. അങ്ങനെ അവർ അവ അതിന്റെ അർത്ഥം എന്താ? ഒത്തിരി ആൾക്കാരുണ്ട്, അതായത് 1-ൽ കൂടുതൽ ആൾക്കാർ ഉണ്ട്. ഈ സംഭവം എന്താന്ന് പറയാൻ പോവാ. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 1 മുതൽ എടുത്തേ. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. പിന്നെ അവൻ 16-ന്റെ 1. ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരത്തി മറിയയും. അപ്പൊ ശബത്ത് കഴിഞ്ഞതിന് ശേഷം, അതായത് ശനിയാഴ്ച കഴിഞ്ഞതിന് ശേഷം മഗ്ദലക്കാരത്തി മറിയയും. അവർ ആരാണെന്ന് പറയാണ്? മഗ്ദലക്കാരത്തി. ഉറക്കെ പറ, മഗ്ദലക്കാരത്തി മറിയയും. അടുത്തത് യാക്കോബിന്റെ അമ്മ മറിയയും ശലോമിയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി. അടുത്തത് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അതികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയുടെ വാതിൽക്കൽ നിന്നും നമുക്ക് വേണ്ടി ആർ കല്ല് ഉരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. അവര് ഒരു ചോദ്യത്തോടാണ് കല്ലറയ്ക്ക് അടുത്ത് വരുന്നത്. എന്താ അവരുടെ ചോദ്യം? നമുക്ക് വേണ്ടി ആർ കല്ല് ഉരുട്ടിക്കളയും. ഇത് ചോദിച്ചോണ്ടാണ് അവർ വരുന്നത്. ഇവർ ചോദിക്കാൻ ഒരു കാരണമുണ്ട്. 4 വായിച്ചിട്ട് നമ്മൾ ആ കാരണത്തിലേക്ക്, ഇതിന്റെ തൊട്ടടുത്ത വാക്യം വായിച്ച്. അവർ നോക്കിയാറ് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അത് ഏറ്റവും
വലുതായിരുന്നു. ആ കല്ലിന്റെ പ്രത്യേകത എന്താ? അതുകൊണ്ടാണ് അവര് ചോദിച്ചത്, ആര് നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും? അപ്പൊ ഈ 3 സഹോദരിമാര് ബന്ധപ്പെട്ട് അതിപ്രഭാതത്തിൽ ഓടി എവിടേക്ക് വന്നു? കല്ലറയിലേക്ക് വന്നു. അവർക്കൊരു ഒരുക്കം ഉണ്ടായിരുന്നു. അവര് സുഗന്ധവർഗം വാങ്ങി ഓടി വന്നതാ പ്രതീക്ഷയോടെ. അവര് ഉള്ളിന്റെ ഉള്ളിൽ ചോദ്യം ഉണ്ടായിരുന്നു, ആര് നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും? ഈ ചോദ്യം വരാൻ കാരണം ഇതിനു മുമ്പ് അവർ ചില കാഴ്ച കണ്ടു. അതുകൊണ്ടാണ് ഇവർക്കറിയാം, ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല, ആരെങ്കിലും വന്ന് സഹായിച്ചേ പറ്റൂ. അപ്പൊ എന്താണ് ഇവർ നേരത്തെ കണ്ടത്? അതൊന്ന് ചിന്തിക്കാൻ പോകും. എന്താണ് ഇവർ നേരത്തെ കണ്ടത്? അതൊന്ന് ശ്രദ്ധിച്ചേ. മത്തായി സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 57 മുതലുള്ള തിരുവചനങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ പോവാ. മാനജാതിയുടെ പാപപരിഹാരത്തിനായി എൻ്റെ യേശു കർത്താവ് കാൽവരി കുരിശിൽ അതിൻ്റെ 50-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു പിന്നെ ഉറക്കം നിലവിളിച്ച് പ്രാണനെ വിട്ടു. 51 അപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽതൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. ഇതങ്ങോട്ട് പറഞ്ഞു വന്ന് 57-ാമത്തെ വാക്യം എല്ലാവരും ശ്രദ്ധിച്ച്. എന്താണ് ഇവർ കണ്ടത്? സന്ധ്യയായപ്പോൾ അരിമത്യക്കാരനായ യോസേഫ് എന്ന ധനവാൻ താനും യേശുവിന്റെ ശിഷ്യനായ അരിമത്യക്കാരനായ ജോസഫ് എന്ന ധനവാൻ വന്ന് പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. പീലാത്തോസ് അത് ഏൽപ്പിച്ചു കൊടുക്കാൻ കൽപ്പിച്ചു. ഈ പീലാത്തോസ് അത് എന്ത് ചെയ്തു? ധനികനായതുകൊണ്ടും മന്ത്രി ആയതുകൊണ്ടും ഏൽപ്പിച്ചു കൊടുത്തു. യോസേഫ് ശരീരമെടുത്ത് അരിമത്യക്കാരനായ ജോസഫ് ശരീരമെടുത്ത് നർമ്മശീലകളിൽ പൊതിഞ്ഞ് താൻ പാറയിൽ വെട്ടിച്ചിരുന്ന തന്റെ പുതിയ കല്ലേറിൽ വെച്ച് കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി തനിക്ക് വേണ്ടി, അല്ലെങ്കിൽ താൻ ക്രമീകരിച്ച വാങ്ങിച്ച തന്റെ പുതിയ പാറയിലുള്ള ആ കല്ലറയിൽ എന്ത് ചെയ്തു? ഒരു വലിയ കല്ല്, ആ യേശുവിന്റെ ശരീരം വെച്ച് വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ട് പോയി. നോക്കണം, സഹോദരിമാർ ഇതെല്ലാം കാണുകയാണ്. അരിമത്യക്കാരനായ ജോസഫ് ഭൗതിക ശരീരം വാങ്ങിച്ച് കല്ലറയിൽ വെച്ച് അവിടെ എത്ര കല്ല് വെച്ചു? വലിയ കല്ല് വെച്ചു. ഇനി അടുത്തത്, കല്ലറയ്ക്ക് എതിരെ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും ഇരുന്നിരുന്നു. കണ്ടോ? ആര് നോക്കിക്കൊണ്ടിരിക്കുക? ദൂത് വരാൻ പോവാ. ആര് നോക്കിക്കൊണ്ടിരിക്കുക? ഈ വലിയ കല്ല് ഉരുട്ടി മാറ്റുന്നത് ഇപ്പുറത്ത് ആര് നോക്കിക്കൊണ്ടിരിക്കുക? ഈ സഹോദരിമാര് നോക്കിക്കൊണ്ടിരിക്കുക. ഉയർപ്പിന്റെ പ്രഭാതത്തിൽ കല്ലറയിലേക്ക് ഓടിപ്പോയവര് കണ്ട കാഴ്ച. ഇന്ന് ഈ 5-ാം ദിവസം ദൈവാത്മാവ് സംസാരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും മണിക്കൂറുകളിലും നീ കണ്ട ചിലതുണ്ട്. നിന്റെ കണ്ണിന്റെ മുമ്പിൽ വാതിൽ അടഞ്ഞ വലിയ കല്ലുരുട്ടി വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ നീ കണ്ടത് ഇതാണ്. നീ പലപ്പോഴും നിനക്കൊന്നും ചെയ്യാൻ പറ്റാതെ നീ മാറിയിരുന്ന് കണ്ടത് ഇതാണ്. ഇന്ന് ആരോടൊക്കെ പറയുന്നു, നീ കഴിഞ്ഞ നാളിൽ കണ്ടതല്ല, പകരം നീ ചിലത് ദൈവത്താൽ പുതിയത് കാണാൻ പോകുന്ന ഒരു സീസൺ. എന്തെന്നറിയത്തില്ല, ദൈവാത്മാവ് അങ്ങനെ ചില കുടുംബങ്ങളോട് ദൂത് പറയുന്നു. നിന്റെ കൺമുമ്പിൽ അടയുന്നത് നീ കണ്ടു, വേദനയോടെ നീ കണ്ടു, നിന്നെ കൊണ്ട് ഊർത്തി പെടാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ പ്രയാസം കൊണ്ട് അടയുന്ന നീ കണ്ടു. പക്ഷെ ഇന്ന് പകൽ ദൈവാത്മാവ് ഈ പുനരുത്ഥാനത്തെ ദിവസത്തിൽ പരിശുദ്ധമ പറയുന്നു, പക്ഷെ നീ കാണാൻ പോകുന്നത് ഒരു പുനരുത്ഥാന ശക്തിയുടെ പ്രവൃത്തി. Oh shabala balato lambala taraba torian toria lakata cheria doria andari gatoro rigatara. നിന്റെ കുടുംബത്തിൽ അത് കാണും, നിന്റെ കുടുംബത്തിൽ അത് കാണും, നിന്റെ കുടുംബത്തിൽ അത് കാണും, നിന്റെ കുടുംബത്തിൽ അത് കാണും. കഴിഞ്ഞ നാളിൽ നീ കണ്ടത് പലതും അടഞ്ഞു കിടക്കുന്ന പോലെ.
തൊടട്ടെ. ബാകാബ ശബാല ബാതാലിയബ രകബ ശംദോ റിബാല ബാദിയ ഓകബോ തോറോ ബോഷോ ദിയന്തറ. പ്രാർത്ഥനയോടിരുന്നു. കർത്താവ് വ്യത്യസ്തമായി ഇതിന്റെ അകത്ത് ഇടപെടുകയാണ്. കല്ലറയ്ക്കെതിരെ മധ്യല കാലത്ത് മറിയം മറ്റേ മറിയം ഇരുന്നു. 62 വായിക്കുന്നു, ശ്രദ്ധിക്കുക. ഒരുക്കനാളിന്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിന്റെ അടുക്കൽ ചെന്നുകൂടി. ഈ പീലാത്തോസിന്റെ അടുക്കൽ ചെന്നുകൂടി. യജമാനനായ പീലാത്തോസേ, അല്ലാതെ യേശുവിനെ കുറിച്ച് പറയാ. ആ ചതിയൻ യേശു കർത്താവ് ജീവനോടിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അപ്പൊ ഇവരെല്ലാം കൂടെ, പരീക്ഷമാരെല്ലാം കൂടെ പീലാത്തോസിന്റെ അടുത്ത് എന്നിട്ട് പറയാ, യജമാനനെ, ഞങ്ങൾക്ക് ഇപ്പൊ ഒരു കാര്യം ഓർമ്മ വരുന്നു. ഈ ചതിയൻ, അതായത് കർത്താവിനെ കുറിച്ച് പറയാ, ഇവൻ ജീവിച്ചിരിക്കുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 നാൾ കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. ഞങ്ങൾക്ക് ഇപ്പൊ ഓർമ്മ വരുന്നു. ഇപ്പൊ ഒരു പേടി. ഇവൻ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? ഉയർക്കരുത്. ഇവൻ ഉയർത്തില്ലെങ്കിൽ ഇനി ഇവന്റെ ശിഷ്യന്മാർ ഈ ബോഡി അടിച്ചോണ്ട് പോയിട്ട് ഉയർത്തെന്ന് പറയും. അതുകൊണ്ട് എന്തോ ചെയ്യണം? അടുത്തത്, അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതവ് മുമ്പിലത്തേതിലും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. ഇവൻ ചെന്നിട്ട് പറയാ, ഒരു കാര്യം വേണം, അറ്റ്ലീസ്റ്റ് ഒരു 3 ദിവസം വരെയെങ്കിലും ഈ കല്ലറ എന്ത് ചെയ്യണം? ഉറപ്പാക്കണം. ഉറപ്പാക്കണം. സഹോദരിമാർ ഒരു കാഴ്ച കണ്ടു. എങ്ങനത്തെ കല്ല ഉരുട്ടി വെച്ചിരിക്കുന്നേ? വലിയ കല്ല്. ഇപ്പൊ പറയാ, അതിനെയും എന്ത് ചെയ്യണം? ഉറപ്പാക്കണം. ഇനി പീലാത്തോസ് എന്താ പറഞ്ഞെന്നറിയാമോ? 65 മുതൽ പീലാത്തോസ് അവരോട്, കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പ് വരുത്തുവീൻ എന്ന് പറഞ്ഞു. ബറ്റാലിയനെ ഞാൻ തരാം, സെക്യൂരിറ്റി നമുക്ക് തരാം. നമുക്കറിയത്തില്ല, ഇപ്പൊ ഇലക്ഷന് എല്ലാ ബാലറ്റ് പേപ്പറും വെച്ച് ഫുൾ പ്രൊട്ടക്ഷൻ ആണ്, ആവോളം വെച്ചൊക്കെയാണ്, ഒരു വിധത്തിൽ ഒരു പരിധി വരാതിരിക്കാനായിട്ട്. ഇതുപോലെ കാവൽക്കൂട്ടത്തെ തരാം. എന്നിട്ട് പറയാം, നിങ്ങളാൽ ആവോളം ഉറപ്പ് വരുത്തി നിങ്ങളുടെ സൈഡിൽ നിന്ന് കൂടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ അങ്ങ് ചെയ്തോളാൻ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ, ആ ചതിയൻ ഉയർക്കൂന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വിധത്തിലും 1 ഇഞ്ച് പോലെ കല്ല് അനങ്ങാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെന്തൊക്കെ ചെയ്യാം. അടുത്തത്, അവർ ചെന്ന് കല്ലിനെ മുദ്ര വെച്ചു. അവർ ചെന്ന് കല്ലിനെ എന്ത് ചെയ്തു? മുദ്ര വെച്ചു, സീൽ ചെയ്തു. കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. ഇനി ഒരു വിധത്തിൽ എന്ത് ചെയ്യരുത്? കാരണം ഈ സീല് കാണുമ്പോൾ ശിഷ്യന്മാര് പേടിച്ചോടും. ഗവൺമെന്റിന്റെ സീല, റോമൻ ഗവൺമെന്റിന്റെയാണ്. അതാരും പൊട്ടിക്കാൻ പോകത്തില്ല. അവ എല്ലാരും മാറി നിൽക്കും. ഇതെല്ലാം കണ്ട വ്യക്തികളാണ് സഹോദരിമാര്. ഇതെല്ലാം കണ്ടോണ്ട് ആര് ഞങ്ങൾക്ക് കല്ലുരുട്ടി മാറ്റുമെന്ന വേദനയോടെ 28 മത്തായി 28 1 വായിച്ചേ. ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. അതന്നെ നമ്മൾ മർക്കോസ് 16:4 വായിച്ചത്. ആര് ഉരുട്ടി മാറ്റുമെന്ന് പറഞ്ഞ് വേദനയോടെ വന്നവർ കണ്ടത് സ്വർഗത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നത്. ഇന്ന് പകൽ ചിലതിനോട് ദൈവാത്മാവ് ദൂത് പറയുന്നു, കഴിഞ്ഞ നാളിൽ നീ കണ്ടതിനെ അല്ല, പകരം പുനരുത്ഥാനത്തിന്റെ ശക്തിയുടെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ഒരു സീസണിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തെ കൊണ്ടുപോകൂ. ഉടബാല ശംദരാബാല ശിയാന്തുരോരി വെൽക്കരരഗദിയ ഉറബ ശാന്തല റിബാല കച്ചിയാൻ തരാരിഗടരഗദിയ ഓറിബ ശാന്തല റിബാല ഹത്തര റിഗദിയാന്തര. ഇനി എന്റെ താരോട്ടൊന്ന് വായിച്ചേ. അവന്റെ രൂപം
രൂപം മിന്നലിനെ ഒത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതും ആയിരുന്നു. കാവൽക്കാർ അവനെ കണ്ട് പേടിച്ച് വിറച്ച്, അവിടെ ഇരിക്കുന്ന കാവൽക്കാർ പേടിച്ച് വിറച്ച് മരിച്ചവരെ പോലെ ആയി. 5-ാം വാക്യം, ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എനിക്കൊരു കാര്യം മനസ്സിലായി. നിങ്ങൾ കാണുന്നത്, നിങ്ങൾ നോക്കുന്നത് കല്ലറയ്ക്കകത്തടയ്ക്കപ്പെട്ട ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കാണാൻ ആര് കല്ലുരുട്ടി മാറ്റുമെന്ന് പറഞ്ഞ് സുഗന്ധവർഗം വെക്കാനാണ് നിങ്ങൾ വന്നത്. പക്ഷെ നിങ്ങളോട് ഭയപ്പെടേണ്ട, ഒരു ദൂത് പറയാണ്. എന്താണ്? അവരിവിടെ ഇല്ല. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാണുമേ. ദൂതൻ പറയാ, ഓടിവാ ഓടിവാ ഓടിവാ. അങ്ങോട്ട് നോക്കിയേ, നിങ്ങൾ കാണാൻ വന്ന സാധനം ഇവിടെ ഇല്ല. പകരം നിങ്ങളോട് നേരത്തെ ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് സംഭവിച്ചു. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് പകൽ ചിലതിനോട് പറയുന്നു, നീ കണ്ടതും കേട്ടതുമല്ല, പകരം നിന്നോട് ദൂത് പറഞ്ഞത് നീ നിവർത്തിക്കുന്ന കാണാൻ പോവുകയാണ്. ആരോടൊക്കെ ദൈവം വിളിച്ചു പറയുന്നു, നീ കണ്ടതും കേട്ടതുമല്ല, ദൈവം നിന്നോട് പറഞ്ഞ ദൂത് നീ കാണാൻ പോകുക. അവൻ ഇവിടെ ഇല്ല. He has risen. അവൻ ഉയർത്തെഴുന്നേറ്റു. വാക്ക് താരോട്ടൊന്ന് വായിച്ചേ. 6, അവൻ ഇവിടെ ഇല്ല. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാണുമീൻ. എന്ത് കാണാനാ വന്നേ? എന്ത് കാണാനാ വന്നേ? ശീലയിൽ പൊതിഞ്ഞു കിടക്കുന്ന യേശുവിന്റെ ബോഡി കണ്ട് അതിൻ്റെ അകത്ത് സുഗന്ധവർഗം വെക്കാനാ. കല്ലെന്തായാലും ഉണ്ടാവൂ എന്നുള്ള ചിന്തയിലുമാ വന്നേ. പക്ഷെ ഇപ്പൊ എന്താ കണ്ടേ? ആളവിടെ ഇല്ല. നീ ആ ദൈവം എന്ത് കാണും? യേശു കർത്താവ് പറഞ്ഞ വാഗ്ദത്തം കാണും. യേശു കർത്താവ് പറഞ്ഞ വാഗ്ദത്തെ കാണും. ഒരുക്കത്തോടെ സുഗന്ധവർഗമായി ഈ ദിവസങ്ങളിൽ വന്ന ഈ 5 ദിവസമായിരുന്ന ചിലതിനോട് പറയാം, നിങ്ങളെല്ലാം ഒരുക്കത്തോടെ വന്ന് ചിലര് കാണും, ചിലര് കാണും. Yes, believe and receive in the name of Jesus. Jesus. പൂർത്തീകരിച്ചു. 7-ാം വാക്യം 8-ാം വാക്യം എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറവി. ഇനി നിങ്ങളോട് പറയാ, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന്. എങ്ങനെ? ആര് ഞങ്ങൾക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും? ആര് ഞങ്ങൾക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും? വേദനയോടെ, നിരാശയോടെ, എന്തെന്നറിയാതെ തിരിച്ചു പറയാം, പൊയ്ക്കോ, അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഉയർത്തെഴുന്നേറ്റു. നീ ഇതുവരെ വന്നത് നിന്റെ ഉള്ളിലെ ഞെരുക്കം മാറ്റിയിട്ട് നിന്റെ ആദരത്തിൽ പുതിയൊരു ശബ്ദം തരും, പുതിയൊരു ദൂത് തരും. അടുത്ത് അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു. അവിടെ നിങ്ങൾ അവനെ കാണും. നിങ്ങൾ അവനെ കാണും. ആര് ഉരുട്ടി മാറ്റുമെന്ന് വേദനിച്ച് നടന്ന നീ അവനെ കാണും. അവനെ കാണും. അടുത്തത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി കല്ലറ വിട്ട് അവന്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി. എങ്ങനെ വന്നേ? ആരുരുട്ടി മാറ്റും, ആരുരുട്ടി മാറ്റും. പക്ഷെ തിരിച്ചെങ്ങനെ? മഹാസന്തോഷത്തോടെ തിരിച്ചൊരോട്ടം. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടും പ്രത്യേകിച്ച് സഹോദരിമാരോട് പറയാം, യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സദ്വർത്തമാനം ആദ്യ സുവിശേഷം വിളിച്ചു പറഞ്ഞത് സഹോദരിമാർ ഓടിച്ചെന്ന അവരാ ശിഷ്യന്മാരോട് പറഞ്ഞത്. വിശ്വസിക്കാൻ തയ്യാറായാൽ
നിന്റെ അതരത്തിൽ ഒരു പുതിയ ശബ്ദം തന്ന്, പ്രത്യാശയുടെ ദൂത് തന്ന് നിന്നെ ജലത്തേക്ക് അയക്കൂ. കഴിഞ്ഞ ദിവസം നീ കണ്ടതല്ല ഇനി കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസത്തിൽ അടയപ്പെട്ട കല്ലറ, സീല് വെച്ച കല്ലറ, കാവൽക്കൂട്ടം നിൽക്കുന്ന കല്ലറ. പക്ഷെ ഉയർപ്പിൻ പ്രഭാതത്തിൽ നീ കാണുന്നത് തുറന്ന കല്ലറയിൽ